പണ്ട് കരുളായിൽ ഒരു കുട്ടിയുടെ ശബ്ദം പുറത്തുവിട്ടിരുന്നു. സിറോസിസ് ബാധിച്ചിട്ട് കരൾ കാർന്നു നിന്ന് വേദനയോടുകൂടി വെന്റിലേറ്ററിൽ കഴിയുന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് അവസാന നിമിഷത്തിൽ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വേദനയോടെ പുറത്തുവിട്ട വാട്സപ്പിലൂടെ അദ്ദേഹം അയച്ചു തന്ന സന്ദേശങ്ങളുണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന സിറോസിസ് രോഗിയായി അങ്ങേറ്റം വേദന സഹിച്ച് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞ വാചകം, മൗലവി നിങ്ങൾ ഇവരെ വെറുതെ വിടരുത്, എന്നെ കൊന്നവർ ഇവരാണ്, വെറുതെ വിടരുത് നിങ്ങൾ ഇവരെ. മരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അധികം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ പിടഞ്ഞു മരിച്ചുപോയി. ഇവരുടെ മന്ത്രവാദത്തിന് വിധേയരായ ആളുകൾ ഇവർ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവമാണ്, ഞങ്ങളുമായിട്ട് ബന്ധമില്ല. വെട്ടിച്ചിറയിൽ നമ്മൾ ആ പരിപാടി വെച്ചപ്പോ ആ വീട്ടുകാരെ സമീപിച്ചിട്ട് ഇവർ പറഞ്ഞു അനസിനെതിരെ ഹനീഫിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും. വെട്ടിച്ചിറയിൽ വെച്ചെന്ന് പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്ക്, വിവരം വീട്ടിലറിയും കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ അതിനെ ദുർവ്യാഖ്യാനിച്ച് വിവരം വീട്ടിലറിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗുണ്ടകളെ കൊണ്ട് വീട് കയറി ആക്രമിക്കുന്ന മൗലവി പ്രസംഗിക്കണത്. അതല്ല, ആ പരിവി ഞങ്ങൾക്കില്ല, അങ്ങക്കല്ലേ. സൈബർ ഗുണ്ടകളെ ഇറക്കിയിട്ട് വാപ്പാനെ ഉമ്മാനെ തെറി പറയിക്കുന്ന പണിയുണ്ടല്ലോ, അത് ഞങ്ങൾക്കല്ലുള്ളത്. ഈ രൂപത്തിൽ വിവരം വീട്ടിലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കേസ് കൊടുക്കുന്ന് അന്ന് പറഞ്ഞത് പുറത്തു വരാനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇന്നും പറയുന്നു വിസ്റ്റം ഓർഗനൈസേഷൻ ചെയ്ത മന്ത്രവാദങ്ങൾ, ഈ സമൂഹത്തിൽ മനുഷ്യരെ കുരുതിക്ക് കൊടുത്ത മന്ത്രവാദങ്ങൾ, ആ മന്ത്രവാദങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു MSMന്റെ കുട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുത്തു നോക്ക്. എന്നിട്ട് സാധ്യത ഇരുവങ്ങാടി വന്നപ്പോഴും പറയാ കേസ് കൊടുക്കും ഞങ്ങൾ. എവിടെ കേസ്? നിങ്ങൾ കേസ് കൊടുക്കണം. കാരണം പൊതുവിചാരണക്ക് നിങ്ങൾ വിധേയരാകണം. സലഫി ലോകത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ വിസ്റ്റംകാർ നടത്തിയ മന്ത്രവാദങ്ങളുടെ ചുരുളുകൾ പരസ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് സാമൂഹ്യത്തിന്മയാണ്. എന്നിട്ട് മുറിച്ച ക്ലിപ്പുകൾ ഇട്ടിട്ട് ആശ്വസിക്കണം. ഇവർക്കുള്ള ആകെ ആശ്വാസം അതാണ്, മുറിച്ച കുറച്ച് ക്ലിപ്പുകളും കുറച്ച് തെറി പറയുന്ന സൈബർ ഗുണ്ടകളും. അല്ലാതെ മൂന്നാമതൊരു മുതൽ അവരുടെ കയ്യിലില്ല. കുറച്ച് സൈബർ ഗുണ്ടകൾ ഇറക്കുക, എന്നിട്ട് നമ്മുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് വ്യഭിചാരോപണം പറയാ. നിനക്കത്ര തന്തയാടാ എന്ന് ചോദിക്കുക. കബറി കിടക്കുന്ന വാപ്പാനെ കുറിച്ചാ പറയണേ. ഇത്രയും നീണ്ട താടിയും വെച്ചിട്ട് സലഫിയുടെ പേരും പറഞ്ഞിട്ട് ഓൻ പറയുന്ന വർത്താനാണ്. ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ യേശുവിന്റെ ഉമ്മ, ഈസാ നബിയുടെ ഉമ്മയെ വ്യഭിചാരിണി എന്ന് വിളിച്ച ജൂതന്റെ സിംബലുമായി നടക്കുന്ന ആളുകളാണ് അവർ. ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ ഉമ്മമാരെ ആ രൂപത്തിൽ വ്യഭിചാരോപണം നടത്തിയാൽ ഞങ്ങളുടെ രോമത്തിൽ സ്പർശിക്കില്ല. തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് ഖബറിൽ കിടക്കുന്ന ഞങ്ങളുടെ ഉപ്പമാരെയും ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെയും നിങ്ങൾ ഈ തെറികൾ കൊണ്ട് ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ഞങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും മാത്രമല്ല ഞങ്ങളുടെ പൊന്നാര മക്കളെയും ഞങ്ങളുടെ സ്വന്തം ജീവനെയും നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കിയാലും ഈ റബ്ബിന്റെ മാർഗത്തിൽ തൗഹീദിന്റെ പാതയിൽ അജയ്ജലമായി ശക്തമായി ഈ കുഫറിനെതിരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. പേടിപ്പിച്ചോടിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട, വിരട്ടിപ്പായിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള പല തന്ത്രങ്ങളുമുണ്ട്, ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഏതെല്ലാം കുതന്ത്രങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ മുദബ്ബിറുൽ ആലമാണ് CM മടവൂർ എന്ന് വാദിച്ച് കേരളമണ്ണിലിറങ്ങിയ കാന്തപുരം സമസ്തക്കാരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ വാദം തെളിയിക്കാൻ ധൈര്യമുള്ളവൻ വാടാ എന്ന് വെല്ലുവിളിക്കാൻ ആർജവമുള്ള കേരളത്തിലെ KNMന്റെ വാഗ്ദാക്കളെ സംബന്ധിച്ചിടത്തോളം വിസ്റ്റംകാരന്റെ മുന്നിൽ അവൻ ഓതിയ ആയത്തിന്റെ ദുർവ്യാഖ്യാനത്തിന്റെ പേരിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞ കളവിന്റെ പേരിൽ സൂറത്തുൽ ജിന്നിലെ ആയത്തോതി 10ലധികം നുണകൾ തട്ടിവിട്ട കാര്യം വ്യക്തമായി വിസ്തരിച്ചുകൊണ്ട് അവരെ വാദപ്രതിവാദത്തിൽ വിളിക്കാനും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനും ആഹ്വാനം ചെയ്യാൻ കേരള ദൗത്യ മുജാഹിദീന്റെ കുട്ടികൾക്കടക്കം സാധിക്കും. പക്ഷെ അതിനെ നേരിടാൻ വളർന്നവനെ കൂട്ടത്തിൽ ഇല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ തെറി കൊണ്ടൊന്നും കാര്യമില്ല. പൊതുവിചാരണക്ക് വിധേയരാകേണ്ടി വരും കേരളത്തിന്റെ മണ്ണിൽ. നിങ്ങൾ നടത്തിയ കശ്ഫ് പുരാണങ്ങൾ, കശ്ഫ് ആർക്ക്? ഈ കശ്ഫിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയുടെ കിതാബടക്കം നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ഗ്രന്ഥമടക്കം ഇമാം ഷാഫിയുടെ ഉദ്ധരണിയടക്കം ദുർവ്യാഖ്യാനം ചെയ്തു. നിഷേധിക്കുമോ നിങ്ങൾ? ഒട്ടകപ്പക്ഷി തലപൂത്തുന്നത് പോലെ തലപൂർത്തിയത് കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല നാമനാരായണ എന്ന രൂപത്തിൽ കാതടച്ചൊരിടത്തൊളിച്ചിരുന്നാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതണ്ട. നേരെ മറിച്ച് ഓരോ കഥകളും, ഓരോ കശ്ഫ് കഥകളും, ഓരോ കുടുംബത്തിൽ നിങ്ങൾ കയറി അവിടുത്തെ പെൺകുട്ടികളെ അടക്കം പ്രയാസപ്പെടുത്തിയ കഥകൾ, ആ കഥകളുടെ വലിയ ലിസ്റ്റ് പുറത്തേക്ക് വരികയാണ്. നിഷേധിച്ചോ? അതല്ലെങ്കിൽ ഇത് ആരോപണമാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുക എവിടെങ്കിലും. അപ്പോ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഉമ്മത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ ഒരു തരത്തിലും കുഫ്ർ സമൂഹത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കാമെന്ന് ഏത് കൗമ വിചാരിച്ചാലും, അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും, അത് രാഷ്ട്രീയ ലെവലാണെങ്കിലും, അഖീദപരമാണെങ്കിലും, സാമൂഹ്യപരമാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം അവർ കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യും.